നമുക്കിന്ന് ചായക്കടയിലും ഒക്കെ കിട്ടുന്ന കൈപ്പത്തിരി ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 ചെറിയുള്ളി, 1 സ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1 സ്പൂൺ കരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ റവ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 കപ്പ് തന്നെ വെള്ളം. നമുക്കാദ്യം ചീനച്ചട്ടിയിൽ ആദ്യം എടുത്തിരിക്കുന്ന 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ തിളക്കട്ടെ. നമുക്ക് ഈ സമയം തേങ്ങ ചതച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒരുപാട് ആവശ്യമില്ല. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം, 3 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂൺ വെളിച്ചെണ്ണ അത് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി അളന്ന അതേ കപ്പിനാണ് വെള്ളവും അളന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്ലെയിം സിം ചെയ്ത് കൊടുക്കാം. അല്പാൽപമായി ഇട്ടിട്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിനായി നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ എള്ള് ചേർത്താലും മതി. ഇത് നമുക്ക് നല്ല ചൂടാവും, അതുകൊണ്ട് കൈകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. ഇത് എല്ലാവിടെയും ഒന്ന് മയപ്പെട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലായത് മാറ്റിയ ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ ചൂട് നല്ലപോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് അല്പം ബൗളിൽ വെള്ളം എടുത്തിട്ടൊന്ന് കൈ നനച്ച് കുഴച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്ര ചൂട് തോന്നുന്നില്ല. ഞാൻ കൈ കൊണ്ട് വെള്ളമൊന്നും തൊടാതെ തന്നെയാണ് കുഴച്ച് എടുക്കുന്നത്. ഇത് നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. നമുക്കിത് പരത്തി എടുക്കേണ്ടതാണ്. അപ്പോൾ നല്ലപോലെ മയം വരണം. ഇനി നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലോ എവിടെ നിങ്ങൾക്ക് സൗകര്യം പോലെ ഇട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് ചെയ്യുന്നത്. 2-3 മിനിറ്റ് നല്ലപോലെ കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ആയിട്ടുണ്ട്. നല്ല മായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2 ഭാഗമാക്കി മാറ്റാം. പരത്താനുള്ള സൗകര്യത്തിനായിട്ടാണ്. ഇനി നമുക്ക് ഞാനിവിടെ ചപ്പാത്തി പലകയിൽ അല്പം അരിപ്പൊടിയാണ് വിതറി കൊടുക്കുന്നത്. ഇതാദ്യം അതിൽ നമുക്കൊന്ന് വെച്ച് ചപ്പാത്തി കോട് ഉപയോഗിച്ച് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അത്യാവശ്യം കനത്തിൽ തന്നെ അത് പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് മുറിച്ചെടുക്കാനുള്ള വലുപ്പത്തിൽ ഏതെങ്കിലും പാത്രത്തിന് മൂടിയോ എന്താണ് നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് എടുത്ത് നമുക്കത് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുക്കുന്നത്. അതുപയോഗിച്ച് റൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ ബാക്കി മാവും ഉണ്ടാക്കിയെടുക്കാം. ഇത് അത്യാവശ്യം കനത്തിൽ വേണം അത് മുറിച്ചെടുക്കാൻ. മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് അല്പനേരം കഴിയുമ്പോൾ അതിനെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ
വെച്ച് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പത്തിരി തയ്യാറായി.